4:45 എണീറ്റ്. ഇത് പറയുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്നറിയോ? പണ്ട് ചെറുപ്പത്തിൽ ടീച്ചർ എന്നോട് ഡയറി എഴുതാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എഴുതുമായിരുന്നു, ഞാൻ ഇന്ന് 7 മണിക്ക് എഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ടത്തെ കുറേ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലേ. അതൊന്നും ആലോചിക്കണ്ട. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ടെറസിലേക്കാണ്. ഈ ഹോസ്റ്റൽ ഫുഡ്, എണ്ണ ഫുഡ് കഴിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണ്ടോ? എൻ്റെ ഒപ്പം ഒരാളും കൂടെ ഉണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ സ്വന്തം ലുട്ടാപ്പി. നമ്മുടെ ഒരു അന്തേവാസിയാണ്. അന്തേവാസിയല്ല, ശരിക്കും ഞങ്ങളിവിടെ വന്നപ്പോൾ അവനൊരു കുഞ്ഞായിരുന്നു അവൻ. അപ്പോൾ ഇപ്പം അവൻ വലുതായി, നല്ല രസമായി കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗ് കോട്ടേഴ്സിൻ്റെ ടെറസ്. കണ്ട സൂര്യനല്ലേ, നല്ല രസമുണ്ടല്ലോ കാണാൻ. അപ്പം നമുക്ക് കുറച്ച് സ്കിപ്പിംഗ് ഒക്കെ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ആണല്ലോ, വെറുതെ ഇരുന്ന് തിന്നാൽ മാത്രം പോരല്ലോ. അങ്ങനെ നമുക്ക് സ്കിപ്പിംഗ് ചെയ്യാം. വലിയ ഷോ കാണിച്ചുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ആ സാധനത്തിൻ്റെ ആ പിടി ഉണ്ടല്ലോ, ആ പിടിയുടെ ആ ഭാഗത്തു നിന്ന് ആ വള്ളി അങ്ങോട്ട് ഊരിപ്പോന്ന്. എത്ര നോക്കിയാലും ശരിയാക്കാൻ പറ്റില്ല. സംഭവം ഈ സ്കിപ്പിംഗ് റോപ്പ് എൻ്റെ അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ. അവൾക്ക് ഈ സാധനം ഇങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇതെന്തായാലും ശരിയാക്കണമല്ലോ. അങ്ങനെ ഞാൻ എന്തൊക്കെയോ കഠിന പ്രയത്നങ്ങൾ ചെയ്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ആ ലുട്ടാപ്പുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. എന്തൊക്കെയാണോ ഞാൻ കാണിക്കുന്നത്, എൻ്റെ മുഖത്തെ ആക്ഷൻസൊക്കെ നോക്ക്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കണ്ടോ അവിടെ 2 മൈന ഇരിക്കുന്നത്. 2 മൈനേനുണ്ട ഭാഗ്യം എന്നാ. എന്താണ് ഇവരെ ഭയങ്കര തല്ലുകൂട്ടം. അവൻ്റെ അമ്മയാണ് കേട്ടോ അത്. അമ്മ വന്നതിൻ്റെ സന്തോഷമാണെന്നുണ്ട്. കണ്ടോ അമ്മേനെ കടിക്കുന്നവൻ. പിന്നെ നമ്മൾ സ്കിപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വിശ്രമിച്ച്, എന്തായാലും ഇവർ രണ്ടുപേരും ടെറസിൻ്റെ മേലെ തന്നെ ഇരിക്കട്ടെ, ഇവരെപ്പോഴെങ്കിലും ഇറങ്ങി വരുമായിരിക്കും. പിന്നെന്താ, കുളിച്ച് പല്ലേച്ച് കണ്ണാടിയിലൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ നോക്കണം എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ നല്ല ഒരുങ്ങി വന്ന് പിന്നെ അടുത്ത് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അല്ല, അതിന് മുമ്പ് നമ്മൾ വെള്ളം കുടിക്കണം. കാരണവന്മാർ പറഞ്ഞിരിക്കണേ ഒരു കുപ്പി വെള്ളം കുടിക്കണം എന്നാണ്. പിന്നെ നമ്മൾ ബാഗ് എടുത്ത് നോക്കണം അതിൽ വല്ല ചെതലരിച്ചിട്ടുണ്ടോ എന്ന്. കാരണം തിങ്കളാഴ്ച, ശനിയും ഞായറിന് ശേഷമാണ്, തിങ്കളാഴ്ചയാണല്ലോ നമ്മൾ ബാഗ് എടുക്കുന്നത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് വെള്ളം, കുപ്പിയും കുടയും. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ പൂജാമുറി, ഹോസ്റ്റൽ റൂമിലെ ചെറിയ പൂജാമുറി. പിന്നെ നമ്മൾ എല്ലാവരും റെഡിയായി. അപ്പോഴാണ് ട്വിസ്റ്റ് വന്നത്, നമുക്ക് ഇന്ന് ഫസ്റ്റ് അവർ ഇല്ല. സാരമില്ല, നമ്മൾ ലൈബ്രറി പോയിരിക്കും. അതാണല്ലോ നമ്മൾ പഠിക്കുന്ന പിള്ളേരാ.